ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് കമ്മിറ്റ്മെന്റ്സ്, ആബ്സെൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ന്യൂ ചാപ്റ്റർ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ആബ്സെൻസ് ടൈമിൽ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, അവർക്ക് കൊടുത്തിരിക്കുന്ന കെയറിങ്, സപ്പോർട്ട് ഇതെല്ലാം അവർ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്ത പോലെ ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ആരും കൊടുക്കാനായിട്ട് ഇല്ലാതെ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുകയും അവർ നിങ്ങൾ എവിടെയൊക്കെയാണോ അവഗണിച്ചത് ആ ഒരു കാര്യങ്ങളിലെല്ലാം വളരെയധികം റിഗ്രറ്റോട് കൂടി അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വീണ്ടും തരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ഇവരുടെ ലൈഫിൽ നിങ്ങളും കൂടെ ഉണ്ടാകണം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ചാപ്റ്റർ കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് രീതിക്ക് റിസ്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ ചെയ്യാനായിട്ടുള്ള മനസ്സിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫ്യൂച്ചറിലേക്ക് അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് വേണം. ഇനിയും ഈ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഇവരിൽ ഏൽപ്പിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് ഇവരെ തന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ കഠിനമായ ഒരു വേദനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു തിരിച്ചറിവിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്.